ഹായ് ഫ്രണ്ട്സ്, PSC കോച്ചിൻ്റെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 10ാമത്തെ മോക്ക് ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള 9 ടെസ്റ്റുകൾ ആരെങ്കിലും അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ടെസ്റ്റുകൾ ആദ്യം അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് 10ാമത്തെ ടെസ്റ്റിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഓപ്ഷൻ എ പ്രസിഡൻറ്റ്, ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കർ, ഓപ്ഷൻ സി കേന്ദ്ര ധനമന്ത്രി, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. ആൻസർ ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആര്? ഓപ്ഷൻ എ മുഹമ്മദ് അൻസാരി, ഓപ്ഷൻ ബി മുഹമ്മദ് അലി ജിന്ന, ഓപ്ഷൻ സി മൗലാന ആസാദ്, ഓപ്ഷൻ ഡി ബദറുദ്ദീൻ തിയാബ്ജി. ആൻസർ ഓപ്ഷൻ ഡി ബദറുദ്ദീൻ തിയാബ്ജി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ 75%, ഓപ്ഷൻ ബി 65%, ഓപ്ഷൻ സി 60%, ഓപ്ഷൻ ഡി 55%. ആൻസർ ഓപ്ഷൻ ബി 65%. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി ഗോവ, ഓപ്ഷൻ ഡി തലശ്ശേരി. ആൻസർ ഓപ്ഷൻ സി ഗോവ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം? ഓപ്ഷൻ എ ചണ്ഡീഗഡ്, ഓപ്ഷൻ ബി ബാംഗ്ലൂരു, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ആൻസർ ഓപ്ഷൻ സി കൊൽക്കത്ത. ആറാമത്തെ ക്വസ്റ്റ്യൻ: യൂറോപ്പിൻ്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം? ഓപ്ഷൻ എ സ്വീഡൻ, ഓപ്ഷൻ ബി യുക്രൈൻ, ഓപ്ഷൻ സി ബെൽജിയം, ഓപ്ഷൻ ഡി ബ്രസൽസ്. ആൻസർ ഓപ്ഷൻ സി ബെൽജിയം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ലോക പൈതൃക ദിനം എന്ന്? ഓപ്ഷൻ എ ജൂൺ 5, ഓപ്ഷൻ ബി ഡിസംബർ 1, ഓപ്ഷൻ സി ഏപ്രിൽ 18, ഓപ്ഷൻ ഡി ജൂലൈ 11. ആൻസർ ഓപ്ഷൻ സി ഏപ്രിൽ 18. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യ ഗവൺമെൻറ് അയിത്തം കുറ്റകരമാക്കിക്കൊണ്ടുള്ള നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 1955, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1947, ഓപ്ഷൻ ഡി 1976. ആൻസർ ഓപ്ഷൻ എ 1955. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: അഹോം രാജവംശം ഭരണം നടത്തിയിരുന്നത് എവിടെ? ഓപ്ഷൻ എ കാശ്മീർ, ഓപ്ഷൻ ബി അസം, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ബംഗാൾ. ആൻസർ ഓപ്ഷൻ ബി അസം. പത്താമത്തെ ക്വസ്റ്റ്യൻ: ടൈഫോയിഡ് രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ഓപ്ഷൻ എ സ്പ്ലീൻ, ഓപ്ഷൻ ബി നാഡീവ്യൂഹം, ഓപ്ഷൻ സി കുടൽ, ഓപ്ഷൻ ഡി കരൾ. ആൻസർ ഓപ്ഷൻ സി കുടൽ. 11ാമത്തെ ക്വസ്റ്റ്യൻ: ബുലന്ദ് ദർവാസ പണി കഴിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ അലാവുദ്ദീൻ ഖിൽജി, ഓപ്ഷൻ ബി ഇൽത്തുമിഷ്, ഓപ്ഷൻ സി അക്ബർ, ഓപ്ഷൻ ഡി ഷാജഹാൻ. ആൻസർ ഓപ്ഷൻ സി അക്ബർ. 12ാമത്തെ ക്വസ്റ്റ്യൻ: ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയുടെ പേരെന്ത്? ഓപ്ഷൻ എ വെള്ള പുസ്തകം, ഓപ്ഷൻ ബി നീല പുസ്തകം, ഓപ്ഷൻ സി പച്ച പുസ്തകം, ഓപ്ഷൻ ഡി മഞ്ഞ പുസ്തകം. ആൻസർ ഓപ്ഷൻ ബി നീല പുസ്തകം. 13ാമത്തെ ക്വസ്റ്റ്യൻ: ആറ്റം ബോംബിൻ്റെ പിതാവ് ആര്? ഓപ്ഷൻ എ ഓട്ടോ ഹാൻ, ഓപ്ഷൻ ബി എഡ്വേർഡ് ടെല്ലർ, ഓപ്ഷൻ സി ഹോമി ജെ ബാബ, ഓപ്ഷൻ ഡി റോബർട്ട് ഓപ്പൺഹൈമർ.
ആൻസർ ഓപ്ഷൻ ഡി റോബർട്ട് ഓപ്പൺഹൈമർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി മദ്രാസ്. ആൻസർ ഓപ്ഷൻ ബി കൊൽക്കത്ത. 15ാമത്തെ ക്വസ്റ്റ്യൻ, ബാസ്കറ്റ്ബോൾ കളിയിൽ ഒരു ഭാഗത്തുള്ള കളിക്കാരുടെ എണ്ണം? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. ആൻസർ ഓപ്ഷൻ സി 5. 16ാമത്തെ ക്വസ്റ്റ്യൻ, അജ്ഞത ആനന്ദകരമാക്കുന്നിടത്ത് ബുദ്ധിമാനാകാൻ ശ്രമിക്കുന്നത് ഭോഷത്വമാണ് എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻ എ തോമസ് ഗ്രേ, ഓപ്ഷൻ ബി ഷേക്സ്പിയർ, ഓപ്ഷൻ സി കീറ്റ്സ്, ഓപ്ഷൻ ഡി ഷെല്ലി. ആൻസർ ഓപ്ഷൻ എ തോമസ് ഗ്രേ. 17ാമത്തെ ക്വസ്റ്റ്യൻ, പുരാതന സിൽക്ക് പാത കടന്നു പോകുന്ന ചുരം? ഓപ്ഷൻ എ നാഥുല ചുരം, ഓപ്ഷൻ ബി ഷിപ്കില ചുരം, ഓപ്ഷൻ സി ബോധില ചുരം, ഓപ്ഷൻ ഡി ജലപ്ല ചുരം. ആൻസർ ഓപ്ഷൻ എ നാഥുല ചുരം. 18ാമത്തെ ക്വസ്റ്റ്യൻ, മധ്യകാല കേരളത്തിൽ സങ്കേതത്തിനും ദേശത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന പോർ വീരന്മാരുടെ സംഘമാണ് ഡാഷ്? ഓപ്ഷൻ എ ചാവേർപ്പട, ഓപ്ഷൻ ബി രക്ഷാപുരുഷൻ, ഓപ്ഷൻ സി വീരസംഘം, ഓപ്ഷൻ ഡി ചങ്ങാത്തം. ആൻസർ ഓപ്ഷൻ ഡി ചങ്ങാത്തം. 19ാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ പെൺകുട്ടിക്കാലം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ എ കോണ്ടലീസ റൈസ്, ഓപ്ഷൻ ബി കമല സുരയ്യ, ഓപ്ഷൻ സി തസ്ലിമ നസ്ലിൻ, ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. ആൻസർ ഓപ്ഷൻ സി തസ്ലിമ നസ്രിൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ, അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങളാണ്? ഓപ്ഷൻ എ പച്ചയും നീലയും, ഓപ്ഷൻ ബി ചുവപ്പും നീലയും, ഓപ്ഷൻ സി നീലയും മഞ്ഞയും, ഓപ്ഷൻ ഡി ചുവപ്പും പച്ചയും. ആൻസർ ഓപ്ഷൻ ഡി ചുവപ്പും പച്ചയും. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഡാഷ് വകുപ്പ് പ്രകാരം രാജ്യത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരൻ്റെയും കടമയാണ്? ഓപ്ഷൻ എ 51 എ ബി, ഓപ്ഷൻ ബി 51 എ ജെ, ഓപ്ഷൻ സി 51 എ ജി, ഓപ്ഷൻ ഡി 51 എ ഡി. ആൻസർ ഓപ്ഷൻ സി 51 എ ജി. 22ാമത്തെ ക്വസ്റ്റ്യൻ, സിക്സ്ത് സെൻസ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? ഓപ്ഷൻ എ ദീപ മേത്ത, ഓപ്ഷൻ ബി സത്യജിത് റേ, ഓപ്ഷൻ സി മണിരത്നം, ഓപ്ഷൻ ഡി മനോജ് ശ്യാമളൻ. ആൻസർ ഓപ്ഷൻ ഡി മനോജ് ശ്യാമളൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ, വിംബിൾട്ടൺ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലം? ഓപ്ഷൻ എ ലണ്ടൻ, ഓപ്ഷൻ ബി പാരീസ്, ഓപ്ഷൻ സി മെൽബൺ, ഓപ്ഷൻ ഡി എഡിൻബറോ. ആൻസർ ഓപ്ഷൻ എ ലണ്ടൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം? ഓപ്ഷൻ എ ചൊവ്വ, ഓപ്ഷൻ ബി ശുക്രൻ, ഓപ്ഷൻ സി വ്യാഴം, ഓപ്ഷൻ ഡി ബുധൻ. ആൻസർ ഓപ്ഷൻ ബി ശുക്രൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഓപ്ഷൻ എ ശിവജിയും ഔറംഗസീബും തമ്മിൽ, ഓപ്ഷൻ ബി അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്തികളും തമ്മിൽ, ഓപ്ഷൻ സി അക്ബറും ഹെമുവും തമ്മിൽ, ഓപ്ഷൻ ഡി ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ. ആൻസർ ഓപ്ഷൻ ബി അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്തികളും തമ്മിൽ. 26ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആര്? ഓപ്ഷൻ എ സർദാർ കെ എം പണിക്കർ, ഓപ്ഷൻ ബി ടി എൻ ജയചന്ദ്രൻ, ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ ഡി ഡോക്ടർ ജോൺ മത്തായി. ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ ജോൺ മത്തായി.
27ാമത്തെ ക്വസ്റ്റ്യൻ ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളിൽ ഉൾപ്പെടാത്തതായത്? ഓപ്ഷൻ എ ശൃംഗേരി മഠം, ഓപ്ഷൻ ബി പുരിമഠം, ഓപ്ഷൻ സി ബദ്രിനാഥ്, ഓപ്ഷൻ ഡി കേദാർനാഥ്. ആൻസർ ഓപ്ഷൻ ഡി കേദാർനാഥ്. 28ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ എ വെല്ലിംഗ്ടൺ പ്രഭു, ഓപ്ഷൻ ബി ലിൻ ലിത്ഗോ പ്രഭു, ഓപ്ഷൻ സി റംസെ മാക്ഡൊണാൾഡ്, ഓപ്ഷൻ ഡി ഇർവിൻ പ്രഭു. ആൻസർ ഓപ്ഷൻ ഡി ഇർവിൻ പ്രഭു. 29ാമത്തെ ക്വസ്റ്റ്യൻ കേരള നിയമസഭയിൽ പട്ടികവർഗ്ഗക്കാർക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ആൻസർ ഓപ്ഷൻ ബി 2. 30ാമത്തെ ക്വസ്റ്റ്യൻ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഓപ്ഷൻ എ ഹൈദരാബാദ്, ഓപ്ഷൻ ബി അഹമ്മദാബാദ്, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ സി ചെന്നൈ. നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടെല്ലാം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ബേസിക് കോച്ച്.